പശ്ചിമേഷ്യയിൽ ആക്രമണം കനക്കുന്നു. ടെഹ്റാനിലും ബെയ്റൂട്ടിലും ഇസ്രായേൽ ഇന്നും ശക്തമായ ആക്രമണം നടത്തി. സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ. ഇറാനും ശക്തമായി തിരിച്ചടിക്കുകയാണ്. ആക്രമണങ്ങളിൽ ഇറാനിൽ ആകെ മരണം 787 ടെഹ്റാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഇറാനിലെ നദാൻസ് ആണവ നിലയത്തിനു നേരെ ആക്രമണം ഉണ്ടായതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചു. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിലെ ആക്രമണം ശക്തമാക്കുകയും ഒപ്പം ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുകയാണ്. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയായ ലീഡർഷിപ്പ് കോമ്പൗണ്ടിന് നേരെ പുലർച്ചെയാണ് ബോംബാക്രമണമുണ്ടായത്. ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആസ്ഥാനവും ആക്രമണത്തിൽ തകർന്നു. ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെ തകർക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ആക്രമണമെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ടെഹ്റാനിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ബോംബാക്രമണം നടന്നതായാണ് റിപ്പോർട്ട്. ഇറാനിലെ ഔദ്യോഗിക വാർത്താവിതരണ സംവിധാനത്തിന് നേരെയും ശക്തമായ ആക്രമണമുണ്ടായി. ഇറാനിലെ കെർമൻ പ്രവിശ്യയിലുണ്ടായ ആക്രമണത്തിൽ 13 സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിച്ചു. ലെബനന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കുന്നതിനൊപ്പം തെക്കൻ ലെബനനിൽ പുതിയ കരയുദ്ധത്തിനും തുടക്കം കുറിച്ചു. ഇറാൻ റെഡ് ക്രസന്റ് സൊസൈറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യം കനത്ത നാശനഷ്ടങ്ങളാണ് നേരിടുന്നത്. ചുരുങ്ങിയത് 153 നഗരങ്ങളെ ആക്രമണങ്ങൾ നേരിട്ട് ബാധിച്ചു. ഇറാനിലെ നദാൻസ് ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രവേശന കവാടത്തിലെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത ശേഷമാണ് ഏജൻസി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ആണവ വികിരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും അധികൃതർ അറിയിച്ചു. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആക്രമണവും തുടരുകയാണ്. US ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 165 കുട്ടികൾക്ക് ഇറാനിൽ കൂട്ടസംസ്കാരം നടത്തി. വികാരനിർഭരമായ കാഴ്ചകളാണ് സംസ്കാരത്തിനിടെ അരങ്ങേറിയത്. യുദ്ധഭീതിയെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ വാതകവില കുതിച്ചുയരുകയാണ്. തിങ്കളാഴ്ച 50% വർദ്ധിച്ച വില ഇന്ന് വീണ്ടും 30% കൂടി ഉയർന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.